ഇന്നലെ വൈകിട്ട് ഈശോ പറഞ്ഞെഴുതിച്ചവയെപ്പറ്റിയും ഞാൻ കണ്ടതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങളെപ്പറ്റിയും ദിവസം മുഴുവൻ ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ. വിരുന്നിൽ സംബന്ധിച്ചവരുടെ സംഭാഷണങ്ങളിൽ ഈശോയോട് അവർ ചോദിച്ചത് ലോകത്തിലെ അനുദിന സംഭവങ്ങളെക്കുറിച്ചായിരുന്നു. റോമാക്കാരെക്കുറിച്ചും അവരുടെ നിയമങ്ങളെ ഇസ്രയേൽക്കാർ എതിർക്കുന്നതിനെക്കുറിച്ചും മറ്റും. എന്നാൽ ഒരു കാരണം വ്യക്തമാണ്. സ്നേഹഭാവത്തിൽ ദുഷ്ടത നിറഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ച് ഈശോയെ ആക്ഷേപിക്കുകയും ശല്യപ്പെടുത്തുകയും ചെയ്യണമെന്നായിരുന്നു ലക്ഷ്യം. ഈശോയാകട്ടെ ചുരുങ്ങിയ വാക്കുകളിൽ ശരിയായതും നിർണായകവുമായ ഉത്തരങ്ങൾ കൊടുത്തിരുന്നു. ഉദാഹരണമായി, ഏത് പ്രത്യേക വിഭാഗത്തിൻ്റെ അഥവാ പഠനത്തിൻ്റെ ഗുരുവാണ് ഈശോ എന്ന് ചോദിച്ചപ്പോൾ അവൻ മറുപടി പറഞ്ഞത്, ദൈവത്തിൻ്റെ വിദ്യാലയ ഗുരു വിശുദ്ധ നിയമങ്ങളിലൂടെ അവനെയാണ് ഞാൻ അനുഗമിക്കുന്നത്. അവൻ്റെ താല്പര്യത്തിനു വേണ്ടി എന്നെ തന്നെ നിയോഗിച്ചിരിക്കുന്നു. അത് ഈ ചെറിയവർക്ക് വേണ്ടി ഇത് പറഞ്ഞുകൊണ്ട് ഈശോ ജോണിനെ നോക്കുന്നു. ജോണിൽ ദൈവത്തിൻ്റെ ചെറിയവരെയെല്ലാം അവൻ നോക്കുകയാണ്. നവീകരിക്കപ്പെടുന്നതിനാണ് ഞാൻ ശ്രമിക്കുന്നത്. ആ നിയമങ്ങൾ അതിൻ്റെ ആദ്യ അർത്ഥത്തിൽ, അതായത് സീനായി മലയിൽ വെച്ച് ദൈവം നൽകിയപ്പോഴുണ്ടായിരുന്ന അർത്ഥത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ മനുഷ്യരെ ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു. മറ്റേ ചോദ്യത്തിന്, അതായത് സീസർ അയാളുടെ അധികാരം ദുരുപയോഗിക്കുന്നതിനെ കുറിച്ച് ഈശോയുടെ അഭിപ്രായം എന്തെന്ന ചോദ്യത്തിന് ഈശോ ഇങ്ങനെ മറുപടി പറഞ്ഞു: സീസർ എന്തായിരിക്കുന്നുവോ അത് ദൈവം അങ്ങനെ ആവശ്യപ്പെടുന്നത് നിമിത്തമാണ്. യെശയ്യാ പ്രവാചകനെ ഓർമ്മിക്കുക. ദൈവികമായ പ്രചോദനത്താൽ പ്രവാചകൻ അഷുനൈ ദൈവത്തിൻ്റെ വടി എന്ന് വിളിച്ചില്ലേ? ദൈവത്തെ ശിക്ഷിക്കുന്ന വടി. എന്തെന്നാൽ അവർ ദൈവത്തിൽ നിന്നകന്നു. അവരുടെ ബാഹ്യമായ ഭാവവും അരൂപിയും ആത്മാർത്ഥതയില്ലാത്തതായിരുന്നു. ഇസ്രയേലിനെ ശിക്ഷിക്കാൻ അയാളെ ഉപയോഗപ്പെടുത്തിയ ശേഷം അയാൾ തന്നെ നശിപ്പിക്കപ്പെട്ടു എന്നും പറഞ്ഞില്ലേ? കാരണം അവൻ അഹങ്കാരവും ക്രൂരതയും നിറഞ്ഞ അവൻ്റെ ദൗത്യത്തെ ദുരുപയോഗപ്പെടുത്തും. ഈ രണ്ട് മറുപടിയുമാണ് എന്നെ ഏറ്റവും കൂടുതലായി സ്പർശിച്ചത്. അനന്തരം ഇന്ന് സന്ധ്യക്ക് പുഞ്ചിരി തൂകിക്കൊണ്ട് ഈശോ എന്നോട് പറയുന്നു, ഞാൻ ഡാനിയേലിനെ വിളിച്ചതുപോലെ നിന്നെ വിളിക്കും. നീ ആഗ്രഹങ്ങളുടെ സ്ത്രീയാണ്. എനിക്ക് നീ പ്രിയപ്പെട്ടവളാകുന്നു. കാരണം നിന്റെ ദൈവത്തെ നീ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ മാലാഖ ഡാനിയേലിനോട് പറഞ്ഞതുപോലെ എനിക്കും നിന്നോട് തുടർന്ന് പറയുവാൻ സാധിക്കും. ഭയപ്പെടേണ്ട. എന്തെന്നാൽ ദൈവത്തെ അറിയുവാൻ നിന്റെ ഹൃദയത്തെ നീ ഉപയോഗിച്ച ആ ദിവസം മുതൽ ദൈവസന്നിധിയിൽ നീ ദുഃഖിക്കാൻ തുടങ്ങിയ ആ സമയം മുതൽ നിന്റെ പ്രാർത്ഥനകൾ കേൾക്കപ്പെട്ടിരിക്കുന്നു. അതെല്ലാമാണ് ഞാൻ വന്നതിൻ്റെ കാരണം. എന്നാൽ ഇവിടെ മാലാഖയല്ല നിന്നോട് സംസാരിക്കുന്നത്, ഞാനാണ് നിന്നോട് സംസാരിക്കുന്നത്. ഈശോ. മേരി, മനസ്സിലാക്കാൻ ഒരു ഹൃദയം ഉത്കടമായി ആഗ്രഹിച്ചാൽ ഞാൻ എപ്പോഴും വരും. കഠിനനായ ഒരു ദൈവമല്ല ഞാൻ ജീവിക്കുന്ന കരുണയാണ്. എന്നെ ആഗ്രഹിക്കുന്നവരുടെ അടുക്കിലേക്ക് ചിന്തയേക്കാൾ വേഗത്തിൽ ഞാൻ വരുന്നു. എന്നെ മനസ്സിലാക്കാൻ മേരി മഗ്ദലൻ ആഗ്രഹിക്കുന്നു എന്നതു കണ്ട നിമിഷത്തിൽ തന്നെ പാപത്തിൽ മുഴുകിയിരുന്ന അവളിലേക്ക് എൻ്റെ അരൂപിയാൽ ഞാൻ ചെന്നു. ദൈവത്തിൻ്റെ പ്രകാശത്തെയും അവളുടെ അന്ധകാര അവസ്ഥയെയും മനസ്സിലാക്കാൻ അവൾ ആഗ്രഹിച്ചു. അപ്പോൾ ഞാൻ അവളുടെ പ്രകാശമായി തീർന്നു. അന്ന് ഞാൻ അനേകരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും യഥാർത്ഥത്തിൽ അവൾക്ക് വേണ്ടി മാത്രമായിരുന്നു ഞാൻ സംസാരിച്ചത്. ആത്മാവിനെ അടിമപ്പെടുത്തിയിരുന്ന ജഡത്തിനെതിരെ തീഷ്ണതയോടെ പൊരുതി ഞങ്ങളുടെ പക്കലേക്ക് വന്ന അവളെ മാത്രം ഞാൻ കണ്ടു. കലങ്ങി മറിഞ്ഞിരിക്കുന്ന മുഖഭാവം, ഹൃദയവേദനയും കരച്ചിലും മറച്ചു വയ്ക്കുന്നതിനായി വളരെ ബുദ്ധിമുട്ടി വരുത്തുന്ന പുഞ്ചിരി, ഇല്ലാത്ത ആത്മവിശ്വാസവും സന്തോഷവും ഉണ്ടെന്നുള്ള നാട്യം, ലോകത്തോടും തന്നോട് തന്നെയുമുള്ള വെല്ലുവിളി, ഇവയെല്ലാമാണ് അവളിൽ ഞാൻ കണ്ടത്.
ഉപമയിലെ നഷ്ടപ്പെട്ട ആടിനേക്കാൾ കഷ്ടതരമായി മുൾപടർപ്പിൽ കുടുങ്ങിക്കിടക്കുന്ന അവളെ ഞാൻ കണ്ടു. സ്വന്തം ജീവിതത്തോടുള്ള അറപ്പിൽ അവൾ മുങ്ങിച്ചാകാൻ തുടങ്ങുകയായിരുന്നു. കടലിൻ്റെ അടിത്തട്ടിലെ വെള്ളം അടിച്ച് മുകളിലേക്ക് കൊണ്ടുവരുന്ന കടലിൻ്റെ തിരമാല പോലെ അവളുടെ ഹൃദയം ഇളകി മറിയുകയായി. സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള അറപ്പ് കലങ്ങി പൊന്തി വന്നു. വലിയ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. അവളെ സംബന്ധിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയും ഞാൻ പരാമർശിച്ചില്ല. അറിയപ്പെടുന്ന ഒരു പാപിനി. അവളെ എളിമപ്പെടുത്താനോ എൻ്റെ അടുത്ത് വരാൻ ലജ്ജിക്കുന്നതിനോ എന്നിൽ നിന്നും ഓടിപ്പോകുന്നതിനോ ഇടയാക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അവളെ സമാധാനത്തിൽ ഞാൻ വിട്ടു. മഹത്തരവും വിശുദ്ധവുമായ ഒരു ഭാവി ഉണ്ടാകുന്നതിന് നൈമിഷികമായി അവൾക്കുണ്ടായ ആ തോന്നൽ പതഞ്ഞു പൊങ്ങട്ടെ എന്നുദ്ദേശിച്ച് എൻ്റെ വാക്കും എൻ്റെ നോട്ടവും അവളിലേക്ക് ശാന്തമായ ഒരു ഉപമ വഴി അവളോട് സംസാരിച്ചു. പ്രകാശത്തിൻ്റെ ഒരു രശ്മി അവൾക്കായി മാത്രം ഞാൻ ഉപമയിലൂടെ നൽകി. അന്ന് സന്ധ്യക്ക് സമ്പന്നനായ ആ അഹങ്കാരി പ്രീശൻ്റെ വീട്ടിൽ ഞാൻ കാലെടുത്തു വെച്ചു. എന്നാൽ എൻ്റെ വാക്കുകൾ അയാൾക്ക് ഭാവി നന്മയ്ക്ക് ഉപകരിച്ചില്ല. കാരണം അവയെ പ്രീശൻ്റെ അഹങ്കാരം കൊന്നുകളഞ്ഞു. എങ്കിലും ആ സമയത്ത് എനിക്കറിയാമായിരുന്നു സ്വന്തം പാപങ്ങളുടെ മുറിയിലിരുന്ന് ധാരാളം കരഞ്ഞ ശേഷം അവർ എൻ്റെ പക്കലേക്ക് വരുമെന്ന്. അവളുടെ കണ്ണീരിൻ്റെ വെളിച്ചത്തിൽ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് അവൾ നിശ്ചയിച്ചു കഴിഞ്ഞു. അവൾ പ്രവേശിക്കുന്നത് കണ്ടപ്പോൾ അതിഥികളെല്ലാവരും ശരീരത്തിലും മനസ്സിലും കാമാസക്തി ഉണർന്നു. വിരുന്നിന് വന്നിരുന്നവരിൽ പരിശുദ്ധരായ 2 പേരൊഴികെ ശേഷം എല്ലാവരും കാമാസക്തിയോടെ അവളെ നോക്കി. ജോണും ഞാനുമല്ലാത്ത എല്ലാവരും. അവർ എല്ലാവരും ഓർത്തത് അവൾക്ക് പതിവുള്ള ഒരു തന്ത്രം അനുസരിച്ച് പൈശാചിക ആവേശത്തോടെ നനച്ചിരിക്കാത്ത നേരത്ത് ജഡിക വീഴ്ചക്കായി വന്നതായിരിക്കും എന്നായിരുന്നു. എന്നാൽ സാത്താൻ തോൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. അവൾ ആരെയും നോക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ വിചാരിച്ചത് അവൾ എന്നെ ലക്ഷ്യം വെച്ചാണ് വന്നതെന്നാണ്. മനുഷ്യൻ മാംസവും രക്തവും മാത്രമായിരിക്കുന്ന കാലത്തോളം ഏറ്റവും പരിശുദ്ധമായ കാര്യങ്ങളെപ്പോലും ചീത്തയാക്കുന്നു. പരിശുദ്ധരായവർക്ക് മാത്രമേ കാര്യങ്ങളുടെ ശരിയായ വീക്ഷണമുള്ളൂ. കാരണം അവരുടെ ചിന്തകളെ തകിടം മറിക്കുന്ന പാപം അവരിലില്ല. എന്നാൽ മനുഷ്യൻ മനസ്സിലാക്കാത്തത് കൊണ്ട് ഭയപ്പെടാനൊന്നുമില്ല. മേരി, ദൈവമെല്ലാം മനസ്സിലാക്കുന്നു. സ്വർഗത്തിന് അത് മതി. പറുദീസായിലെ അനുഗ്രഹീത ആത്മാക്കളുടെ മഹത്വത്തിന് 1 ഔൺസ് പോലും വർധനവ് വരുത്താൻ മനുഷ്യരിൽ നിന്നും വരുന്ന മഹത്വത്തിന് സാധ്യമല്ല. എപ്പോഴും അത് ഓർമ്മിക്കുക. പാവപ്പെട്ട മേരി മഗ്ദലൻ അവളുടെ നല്ല പ്രവൃത്തികളിൽ പോലും മോശമായി വിധിക്കപ്പെട്ടിരുന്നു. എന്നാൽ അവളുടെ തെറ്റായ പ്രവൃത്തികളെ അവർ കുറ്റം വിധിച്ചില്ല. കാരണം അത് കാമാതുരരായ പുരുഷന്മാരുടെ ഒരിക്കലും ശമിക്കാത്ത വിശപ്പ് തീർക്കാൻ വായി നിറക്കുന്നവയായിരുന്നു. നായിനിലെ പ്രീശൻ്റെ ഭവനത്തിൽ വെച്ച് അവൾ വിമർശിക്കപ്പെടുകയും തെറ്റായി വിധിക്കപ്പെടുകയും ചെയ്തു. ബെഥനിയിലെ അവളുടെ സ്വന്തം വീട്ടിൽ വെച്ചും വിമർശിക്കപ്പെടുകയും ശകാരിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അവരുടെ വിമർശനത്തിൻ്റെ അവസാന ഭാഗം മനസ്സിലാക്കാനുള്ള താക്കോൽ ജോൺ പറഞ്ഞ ശ്രേഷ്ഠമായ വാക്കിലുണ്ട്. യൂദാസ് അവൻ കള്ളനായിരുന്നതിനാൽ ഞാൻ പറയുന്നു, പ്രീശനും അയാളുടെ സ്നേഹിതരും വിഷയലംബടന്മാരായിരുന്നതുകൊണ്ട് നോക്കൂ, ജഡികതയോടുള്ള ആസക്തി, പണത്തോടുള്ള അത്യാഗ്രഹം, ഇവ നിമിത്തമാണ് സൽപ്രവൃത്തികളെ വിമർശിക്കാൻ അവർ ശബ്ദമുയർത്തുന്നത്. നല്ല ആളുകൾ വിമർശിക്കുകയില്ല, ഒരിക്കലും വിമർശിക്കുകയില്ല. അവർ മനസ്സിലാക്കുന്നു. എങ്കിലും ഞാൻ ആവർത്തിക്കുന്നു, ലോകത്തിൻ്റെ വിമർശനത്തിന് ഒരു പ്രാധാന്യവുമില്ല. ദൈവത്തിൻ്റെ വിധിയാണ് കാര്യമായ സംഗതി.